മിനിസ്റ്റർ കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന കിരാത നടപടി മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇതിന്റെ റാഗിംഗ് എന്ന് വിളിക്കാനാവുമോ? ഇവരാണോ വിദ്യാർത്ഥികൾ? ഈ നരാധവന്മാർക്ക് എന്ത് നടപടിയാണ് വകുപ്പ് സ്വീകരിക്കുന്നത്? അതിക്രൂരവും ഒരു മനുഷ്യ മനസാക്ഷിയേക്ക് ഞെട്ടിക്കുന്നതെന്നൊന്നും പറഞ്ഞാൽ ഒന്നും ആവില്ല. ഞാനതെനിക്ക് വീഡിയോ കാണാൻ പറ്റിയില്ല, കാരണം ഒരു ആൾക്കും അത് കാണാൻ കഴിയില്ല. അത്രയും അതിക്രൂരമായിട്ടുള്ള, ഈ ഉപയോഗിച്ച വാക്ക് ഒന്നും പോരാ എന്ന് തോന്നുന്നു, അത്രയും ക്രൂരമാണ്. അതിൽ എന്തൊക്കെ ഇപ്പോൾ സസ്പെൻഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്, പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അതിൽ പരമാവധി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് DMEയുടെ ടീം അവിടെ പോയിട്ടുണ്ട്. കാരണം ഇവർ പരാതിപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും അവിടെ ക്യാമറ ഉൾപ്പെടെ ഉണ്ട്. അതുമാത്രമല്ല, സീനിയർ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ റൂമിൽ കയറുമ്പോൾ അതിൽ അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ സൂപ്പർവിഷൻ, മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് അതിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് DMEക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ആദ്യ സെക്കൻഡ്സ് കണ്ടപ്പോൾ തന്നെ നമുക്കത്, ഞാൻ ആ വീഡിയോയിൽ കാണാൻ കഴിയാത്തതില്ല. അതാണ് എല്ലാവരുടെയും സാഹചര്യം. അപ്പോൾ അത് പരമാവധി സ്വീകരിക്കാവുന്ന നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കും. മിനിസ്റ്റർ, പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചോ? പ്രിൻസിപ്പലിൻ്റെയോ DMEയുടെയോ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചോ? അതിലെന്താണുള്ളത്? ഇത് താലിബാനിസമാണ് ഈ പോസ്റ്റിലുള്ളത്. ഇതിൽ പ്രാഥമികമായിട്ട് കോളേജിൻ്റെ നഴ്സിംഗ് സ്കൂളാണ്, ശരിക്കും ഇവർ നഴ്സിംഗ് സ്കൂൾ ജനറൽ നഴ്സിംഗ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടാണ് DMEക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചത് തന്നെയാണ് ആ റിപ്പോർട്ടിലും അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അപ്പോൾ അത് പോരാ, അതിൽ സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പരിശോധിക്കണമെന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DMEയുടെ ഒരു ടീം തന്നെ അവിടെ പോയി, ഇന്നവരവിടെ ചെന്നിട്ടുണ്ടാകും 10 മണിയോടുകൂടി. അപ്പോൾ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള നടപടികൾ. സസ്പെൻഷനിൽ തീരില്ല, സസ്പെൻഷനിൽ തീരേണ്ട ഒരു കാര്യമല്ലല്ലോ അത്. ആ സസ്പെൻഷനിൽ തീരില്ല. അതിൽ സ്വീകരിക്കാവുന്ന പരമാവധി നടപടികൾ സ്വീകരിച്ചിരിക്കും. അത് മറ്റുള്ളവർക്കും ഒരു സന്ദേശമായിരിക്കും. ഒരു കാരണവശാലും ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക? മനുഷ്യ മനസ്സിന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? അത്ര അതിക്രൂരമായിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പരമാവധി നടപടികൾ അത് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയത്. അവരിൽ ചിലർക്ക് സംഘടനാ പശ്ചാത്തലമൊക്കെ ഉണ്ട് എന്ന വിവരം വരുന്നുണ്ട്. ഇതിൽ കേരളം ഒരുമിച്ചാണ്. ഇത് സംബന്ധിച്ച് തെറ്റ് ആര് ചെയ്താലും ആ തെറ്റ് തെറ്റായി തന്നെ കാണുകയുള്ളൂ. അത് ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ കാണില്ല. അത് തെറ്റ് തന്നെയാണ്. അത് ക്രൂരമല്ല, അതിക്രൂരവും അതിൻ്റെ അപ്പുറത്തുമായിട്ടുള്ള പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നടപടി ഉണ്ടാവും. നമ്മുടെ ഹോസ്റ്റലുകളിൽ ഇത്തരത്തിൽ റാഗിങ്ങൾ ഇല്ല, അത് സർക്കാർ അടക്കം നടപടി സ്വീകരിച്ചു. പക്ഷേ ഇപ്പോഴും കഠിനമായ റാഗിങ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പരിശോധന. അത് സംസ്ഥാന വ്യാപകമായി നടത്തേണ്ടതല്ലേ? എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DMEയുടെ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളത്, അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് സീനിയേഴ്സ് ഒരു ജൂനിയേഴ്സിൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ ഒരു കാരണവശാൽ ചെല്ലേണ്ട കാര്യമില്ല. എന്തിനാണ് ചെല്ലുന്നത്? അപ്പോൾ അത് തുടർച്ചയായിട്ട് ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇവർ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ സൂപ്പർവിഷൻ എങ്ങനെയാണ്? ഇക്കാര്യങ്ങളെല്ലാം എല്ലാ ഹോസ്റ്റലുകളിലും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ഈ കോട്ടയത്തെ ജനറൽ നഴ്സിംഗിൻ്റെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ്. ഇനി DME തലത്തിൽ സ്വീകരിക്കുന്നതിനപ്പുറത്ത് ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടിയാണെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്രയും വലിയ സംഭവം നടന്നിട്ടും ആരും പരാതിപ്പെട്ടില്ല എന്ന് ലഘൂകരിക്കുന്ന മറുപടിയാണ് പ്രിൻസിപ്പൽ തന്നത്. അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പരാതിപ്പെട്ടില്ല എന്നുള്ളതല്ലല്ലോ, അതാണ് പറഞ്ഞത്. ഇവിടെ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ പ്രാഥമികമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവിടെ ക്യാമറകൾ ഉൾപ്പെടെ ആ കോറിഡോറിൽ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് റാഗിങ് മൂലം നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ, റാഗിങ് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഫസ്റ്റ് ഇയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ആ തരത്തിലുള്ള മോണിറ്ററിങ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ട് DMEയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. JDNE ഉൾപ്പെടെയുള്ളവരാണ് അവിടേക്ക് പോയിരിക്കുന്നത്. പ്രാഥമികമായിട്ട് ഈ അധികൃതർ നൽകുന്ന വിശദീകരണം, അതായത് തങ്ങൾ അറിഞ്ഞില്ല എന്ന വിശദീകരണം, അത് വിശ്വാസയോഗ്യമല്ല എന്നാണ് മിനിസ്റ്റർ ഉദ്ദേശിക്കുന്നത്.
അല്ല, ഇത് പരാതിപ്പെട്ടില്ല എന്ന് അവർ പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലായത്. പക്ഷെ പരാതിയല്ലല്ലോ, പരാതി വരുമ്പോൾ മാത്രമല്ല, നമ്മളൊരു ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് താമസിക്കുന്ന ഇടവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് കൂടി ഉറപ്പാക്കണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടി, അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്തിട്ടില്ലേ എന്നുള്ളത് പരിശോധിക്കും. മിനിസ്റ്റർ, പത്തനംതിട്ടയിലൊരു ഇഷ്യൂ കൂടി. അന്ന് മിനിസ്റ്റർ CPM-ലേക്ക് സ്വീകരണം ഒരുക്കിയ ക്ഷണിച്ച മിനിസ്റ്റർ പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുത്ത ശരൺ ചന്ദ്രനെ ഇപ്പോൾ 1 വർഷത്തേക്ക് കാപ്പ ചുമത്തി ജില്ലയിലെ നാട് കണ്ടിരിക്കുകയാണ്. മിനിസ്റ്ററാണ് ഇയാളെ മാലയിട്ടുകൊണ്ട് ആ പാട്ട് ക്ഷണിച്ചത്. അതുപോലെ വിവാദമായിരുന്നു. അയാൾ വീണ്ടും പോലീസ് തന്നെ 1 വർഷത്തേക്ക് ജില്ലയിൽ ഡീപ്പ് മാറുകയാണ്. ഇത് പാർട്ടിയും പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ പരിപാടിയിലാണ് അത്. പാർട്ടിയും പാർട്ടി ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഈ ആനാക്രമണത്തിൽ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2-3 പേർക്ക് സർജിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ 14 പേരാണ് ആകെ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ളവർക്ക് പൂർണ്ണമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ സംഭവം ഉണ്ടായ ഉടനെ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും അവിടെ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടേഴ്സിനെ കൂടാതെ അധികം ഡോക്ടേഴ്സിനെ അവിടേക്ക് നിയോഗിച്ചിരുന്നു. അതുകൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എല്ലാ യൂണിറ്റ് ചീഫുകളും ഇന്നലെ ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്ന മറ്റു യൂണിറ്റുകളിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ അവിടെ സന്നിഹിതരായിരുന്നു. അപ്പോൾ പൂർണ്ണമായി ചികിത്സ അതിൻ്റെ ഏറ്റവും നല്ല നിലയിൽ തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നിലവിൽ ഇല്ല എന്നുള്ളതാണ് സൂപ്രണ്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. 2010 കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവത്തിലാണ്. അത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ച കാര്യങ്ങൾ നേരത്തെ തന്നെ മന്ത്രിസഭ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. പറഞ്ഞോളൂ. അർബുദം തടയുന്നതിന് ഒരു മാതൃകാപരമായ ക്യാമ്പയിൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ഏത് ഘട്ടത്തിലേക്കാണ് വരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വർഷം 65,000-ന് മുകളിൽ, അതിൽ 65,000 മുതൽ 80,000 വരെ പുതിയ രോഗികൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. പക്ഷേ ഏറ്റവും അതിൽ പ്രധാനപ്പെട്ട കാര്യം 3-ാമത്തെയോ 4-ാമത്തെ ഫേസിലാണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴേക്കും ക്യാൻസർ ചികിത്സ വളരെ സങ്കീർണമാകും. ഈ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആരോഗ്യ പരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ടാണ് കേരളം പോലെ ആരോഗ്യ സാക്ഷരതയുള്ളൊരു സംസ്ഥാനത്ത് എന്തിനാണ് ഈ 3-ാമത്തെയും 4-ാമത്തെയും ഫേസിലേക്ക് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫെബ്രുവരി 4-നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം സ്ത്രീകൾ പുതുതായി, എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശൈലി ആപ്പ് വഴിയുള്ള പോപ്പുലേഷൻ സ്ക്രീനിങ്ങിലും ചിലരെയൊക്കെ സംശയിച്ചിരുന്നില്ല, അവരൊക്കെ ഉൾപ്പെടെ 1 ലക്ഷത്തോളം ആളുകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലയിടത്തെങ്കിലും അവരിൽ ക്യാൻസർ പോസിറ്റീവാണ് എന്നുള്ളത്, മാലിഗ്നൻസി ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ജനകീയമായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. അതിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ട്. ഇപ്പോൾ സംഘടനകളും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിൽ നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത ദിവസം ടെക്നോ പാർക്കിൽ നടക്കാൻ പോകുന്നു, ഇൻഫോ പാർക്കിൽ നടക്കാൻ പ്രത്യേക ക്യാമ്പുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജും RCC MCC ഉള്ളയിടങ്ങളിലെല്ലാം തന്നെ സ്ക്രീനിങ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് ആശുപത്രികൾ, പല പ്രൈവറ്റ് ആശുപത്രികളും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. അവരെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ ആ മീറ്റിങ്ങിൽ തന്നെ അവരത് സൗജന്യമായി ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. ലാബുകൾ പകുതി റേറ്റിന് ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം പ്രൈവറ്റിന് പോകേണ്ടവർക്ക്, സർക്കാർ മേഖലയിലുള്ളവർക്ക് BPL വിഭാഗത്തിന് മുഴുവൻ അത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. മാമോഗ്രാം 350 രൂപയ്ക്കാണ് ചെയ്യുന്നത്. പുറത്ത് 3000 ഒക്കെ ചെയ്യുമ്പോൾ 350 APL വിഭാഗത്തിന്, BPLന് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭയം മറികടന്നുകൊണ്ട് എല്ലാവരും ഈ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ്. ആദ്യത്തെ 1 മാസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം എന്നാലും പുരുഷന്മാർക്ക് സ്ക്രീൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. നമുക്ക് ഈ അടുത്ത 12 മാസം അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനാണ് നടക്കുന്നത്. റാഗിംഗ് ഇഷ്യൂവിൽ നടപടി വൈകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. മന്ത്രിക്കെതിരെ, ആരോഗ്യമന്ത്രിക്കെതിരെ അദ്ദേഹം സ്ഥിരം നടത്തുന്ന രൂക്ഷ വിമർശനം ഇന്നും നടത്തി. അല്ല, പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ലേ പറയുള്ളൂ. അദ്ദേഹം മറിച്ച് പറയുമെന്ന് നമുക്കിപ്പോൾ കരുതാൻ വയ്യല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കേരളത്തിന് ഒരു മനസ്സാണ്. ഒരു അമ്മയുടെയോ ഒരു അച്ഛൻ്റെയോ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് ഇത് സഹിക്കുന്നത്, ഇതെങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതെങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു വിവരം ഒരു പേരൻ്റ് വഴിയാണ് കോളേജിൽ അറിഞ്ഞത്, സ്കൂളിൽ അറിഞ്ഞത് എന്നുള്ളതാണ്
DME എന്നെ അറിയിച്ചിട്ടുള്ളത്. ആ നിമിഷം തന്നെ ഈ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. സസ്പെൻഡ് ചെയ്തു, പോലീസിലും റിപ്പോർട്ട് ചെയ്തു. അതായത് ഈ നഴ്സിംഗ് സ്കൂളിൽ നിന്ന് പോലീസിലും റിപ്പോർട്ട് ചെയ്തു, പേരൻസും പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റൊരു കുട്ടിയുടെ പേരൻറ്റ് വഴി അറിഞ്ഞു എന്നുള്ളതാണ് DME റിപ്പോർട്ട് ആദ്യമായി പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതായത് ആദ്യം സ്വീകരിക്കേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, അവരെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം അത് ചെയ്യണം. കാരണം ഈ പറഞ്ഞതുപോലെ ഇത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്, അതിക്രൂരമാണ്, പരമാവധി ചെയ്യാൻ കഴിയുന്നത് ചെയ്യും.